വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. നിരവധി ജീവനുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അശ്രദ്ധ കാരണം നഷ്ടമായിട്ടുള്ളത്. ആകസ്മികമായി സംഭവിക്കുന്ന ഇത്തരം മരണങ്ങൾ ഉറ്റവരെ സംബന്ധിച്ചിടത്തോളം വളരെ വേദന നൽകുന്ന ഒന്ന് തന്നെയാണ്. അത്തരത്തിൽ 16 വയസ്സ് മാത്രം പ്രായമുള്ള +1 വിദ്യാർത്ഥിനിയായ ഒരു പെൺകുട്ടിയുടെ ദാരുണമായ മരണവാർത്തയാണ് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നിന്നും പുറത്തു വന്നത്. സന്തോഷത്തോടെ കൂട്ടുകാരിക്കൊപ്പം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോയതായിരുന്നു ദേവനന്ദ. പക്ഷേ നിമിഷ നേരം കൊണ്ടാണ് അവളെ മരണം കവർന്നെടുത്തത്. മരിക്കുന്നതിന് തൊട്ടു മുൻപ് ദേവനന്ദ അവസാനമായി പറഞ്ഞ വാക്കുകൾ +2 വിദ്യാർത്ഥിയായ അഹമ്മദ് നിഹാലിന്റെ മനസ്സിൽ നിന്നും ഇതുവരെയും മാഞ്ഞിട്ടില്ല. കൂടെ ഉണ്ടായിരുന്ന ശ്രേയ എന്ന പെൺകുട്ടിയെയാണ് നിഹാൽ ആദ്യം രക്ഷപ്പെടുത്തിയത്. ശേഷം കൈ ഉയർത്തിക്കൊണ്ട് എന്നെ കൂടി രക്ഷപ്പെടുത്താമോ ചേട്ടാ എന്ന് ദേവനന്ദ ഉറക്കെ വിളിച്ചു പറയുകയായിരുന്നു. എന്നാൽ ദേവനന്ദയെ മരണത്തിൽ നിന്നും കൈപിടിച്ചുയർത്താൻ നിഹാലിന് സാധിച്ചില്ല. ചാത്തന്നൂർ കോയിപ്പാട് വിളയിൽ വീട്ടിൽ അജി ലീജ ദമ്പതികളുടെ മകളായ ദേവനന്ദയാണ് മരിച്ചത്. ബുധനാഴ്ച വൈകിട്ട് 4:25 മയ്യനാട് റെയിൽവേ സ്റ്റേഷനിൽ കൊല്ലം ഭാഗത്തേക്കുള്ള 2ാം നമ്പർ പ്ലാറ്റ്ഫോം ആരംഭിക്കുന്ന ഭാഗത്തായിരുന്നു സംഭവം നടക്കുന്നത്. ദേവനന്ദ കൂട്ടുകാരി ശ്രേയയ്ക്കൊപ്പം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ബസ്സിൽ കയറുന്നതിനായി റെയിൽവേ പാളം മുറിച്ചു കടക്കാനായി തുടങ്ങുകയായിരുന്നു. നാഗർകോവിൽ കോട്ടയം പാസഞ്ചർ ട്രെയിൻ മയ്യനാട് സ്റ്റേഷൻ 1ാം പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. എഞ്ചിന് മുന്നിലൂടെ പാളം കടന്ന് 2ാം പ്ലാറ്റ്ഫോമിലേക്ക് കയറുമ്പോഴാണ് മുംബൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് എത്തിയത്. സുഹൃത്ത് ശ്രേയയ്ക്കൊപ്പമാണ് ദേവനന്ദ പാളത്തിലേക്ക് കടന്നത്. ട്രെയിൻ വരുന്നത് കണ്ട് കാലിന്റെ ലിഗമെന്റിന് പരിക്കുണ്ടായിട്ട് കൂടി നിഹാൽ ഓടിച്ചെന്ന് സധൈര്യം പെൺകുട്ടികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. ആദ്യം ശ്രേയയെ പാളത്തിൽ നിന്നും പ്ലാറ്റ്ഫോമിലേക്ക് വലിച്ചുകയറ്റി രക്ഷപ്പെടുത്തി. തുടർന്ന് ദേവനന്ദയെ വലിച്ചു കയറ്റാനായിരുന്നു നിഹാലിന്റെ ശ്രമം. എന്നാൽ ബാഗിന്റെ വലിപ്പം മൂലം ദേവനന്ദയെ വലിച്ചു കയറ്റാനായി നിഹാലിന് സാധിച്ചില്ല. അപ്പോഴേക്കും പാഞ്ഞെത്തിയ ട്രെയിൻ കുട്ടിയെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. പ്ലാറ്റ്ഫോമിനും ട്രെയിനിനും ഇടയിൽ കുടുങ്ങിപ്പോയ ദേവനന്ദയുടെ ശരീരം 100 മീറ്ററോളം തെറിച്ച് മേൽപ്പാലത്തിന് സമീപമായാണ് വീണത്. കൈവിരൽ തുമ്പിൽ നിന്നും ദേവനന്ദയെ മരണം തട്ടിയെടുത്തതിന്റെ ഞെട്ടലിലാണ് ഒപ്പമുണ്ടായിരുന്നവരെല്ലാം. ചാത്തന്നൂർ ഭാഗത്തേക്ക് പോകുന്ന കുട്ടികൾ സാധാരണ മയ്യനാട് ചന്തമുക്കിൽ നിന്നാണ് വീട്ടിലേക്കുള്ള ബസ് കയറുന്നത്. പാളത്തിനരികിലൂടെ ബസ്സിൽ കയറാൻ ചന്തമുക്കിലേക്ക് എത്തുമ്പോഴാണ് അപകടം. കുട്ടികൾ ട്രെയിനിന് മുന്നിൽപ്പെട്ടതറിഞ്ഞ് പാസഞ്ചർ ട്രെയിൻ ലോക്കോ പൈലറ്റ് നിർത്താതെ ഹോൺ അടിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. ട്രെയിനിന്റെ ഹോണിനൊപ്പം എതിർവശത്തു നിന്നും ട്രെയിൻ പാഞ്ഞെത്തിയപ്പോൾ ഭയപ്പെട്ടതാണ് അപകട കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അമ്മ ലീജ വിദേശത്താണ്. സഹോദരി ദേവപ്രിയ. ലീജ നാട്ടിലെത്തുന്നതനുസരിച്ച് സംസ്കാരം നിശ്ചയിക്കുമെന്നും ബന്ധുക്കൾ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. നന്ദി.